ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നടക്കാൻ വേണ്ടി പോകണം. അതായത് രാവിലത്തെ നടത്തം, ജോഗിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് നല്ല ചെറിയ രീതിയിൽ ഇങ്ങനെയുള്ള ജോഗിങ് എന്ന് പറയാം. അപ്പോൾ ഇത് ജോഗിങ് അല്ല, വെറുതെ വാക്കിങ്. ഇന്ന് പിന്നെ ഒരു എന്താ പറയുക, കുറച്ച് കാലമായി ഇപ്പോൾ പോയിട്ടില്ലേ. വെറുതെ ഞങ്ങൾ ഇവിടെ നടക്കാറില്ല. അപ്പം നമുക്ക് വീട്ടിൽ ചെറിയ രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛന് നമ്മുടെ വീട്ടിൽ ചെറിയ എക്സസൈസും പിന്നെ ഇവിടെ നടക്കും ചെയ്യും. അപ്പോൾ നേരം വെളുത്ത് വരുന്നുണ്ട്. ഏകദേശം 6 മണി. രാവിലെ നീച്ചാൽ നേരം വെളുക്കും. എന്നെ കൂടെ പറ്റുള്ളൂ മോനെ ഇതിനൊക്കെ മാറിച്ചാലി രാവിലെ തന്നെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അച്ഛൻ്റെ ആവശ്യത്തിനായിരുന്നു നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം കുഴപ്പമില്ലാതെ റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ആ വീട്ടിലിട്ട് എടുക്കാം. നമുക്ക് ഇനി പോണ ആ വീഡിയോ പിന്നെ 2-3 കാര്യങ്ങളുണ്ട്, അതുകൂടി അപ്പോൾ നമുക്ക് നേരിട്ട് അതിലോട്ട് എടുക്കാം. മെല്ലെ 3 ആൾ കൂടി വണ്ടിയെ പോകുന്നത് വെച്ച് ഒന്ന് വേറെ വിചാരിക്കണം കേട്ടോ. അവിടെ അടുത്തേക്ക് തന്നെയാണ്, വല്ലാതെ ദൂരമൊന്നുമില്ല. അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കണ്ടല്ലോ. പോട്ടെ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, ഹെൽമെറ്റൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, അതെന്താണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നല്ല ഓടിക്കൂടെ പാവാട. ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ കൂടിയിട്ട് അത് കുറയ്ക്കാൻ വേണ്ടി ഒരു ഗ്യാങ് ഓർഡർ നോക്കാം. നല്ലതാണ്, നല്ല പരിപാടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ശ്രദ്ധിക്കാത്തവരാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് ഓടണത്. ഇപ്പം ശ്രദ്ധിക്കണം, ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഇപ്പം നല്ല ശ്രദ്ധിക്കേണ്ട അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അൽ തിരൂർ ഇതാണ് നമ്മളെ സ്റ്റേഡിയം. ചെറിയൊരു സ്റ്റേഡിയമാണ്, ചെറുതെന്ന് പറയാനല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റേഡിയമാണ്, ഉഷാർ സ്റ്റേഡിയമാണ്. അതെ, അച്ഛന് ഭയങ്കര സ്പീഡ് കുട്ടികളാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരെ കൊണ്ടൊക്കെ 2:30 കൂടി നടക്കണം. എന്ത് നടത്തുകണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കുറയണ വരെ തടി. പിന്നെ മെയിനായിട്ട് അച്ഛൻ്റെ ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏട്ടൻ വെറുതെ നടക്കണം. ഈ കാര്യം ഞാനൊക്കെ നടക്കണോ 2 പൊട്ടന്മാരായി. അച്ഛൻ നടക്കണ്ട്, ഏട്ടൻ എന്തിനാ അറിയില്ല നടക്കണം, എനിക്കറിയില്ല. അപ്പോൾ ആരും തോറ്റില്ലല്ലോ, ഒരുമിച്ചല്ല നടന്ന്. ഇന്ന് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ജയിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നത്. ഇന്ന് തോൽപ്പിക്കാനും കഴിഞ്ഞില്ലല്ലോ. ഇന്ന് തോൽപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല ചേട്ടാ. ഇവനെന്താ ക്യാമറ മാത്രം പിടിച്ചെടുക്കണം. നടക്കാൻ വരാത്തതുമായിട്ട് എനിക്ക് ഒന്നാമത് എന്താ പറയാ, എനിക്ക് നടന്നാ വിശക്കും, അതുകൊണ്ടാണ് ഞാൻ നടക്കാൻ. ഇവരെന്നോട് പറഞ്ഞെന്താ അറിയോ, രാവിലെ ചായയും കടിയും മേടിച്ചു തരാറിനോണ്ട് വന്നാണ്. അല്ലെങ്കിൽ അത് വരില്ല. അവരകത്തിന് പടപ്പോയില്ല, അങ്ങോട്ട് പോലി തല്ലിമുടി ഓടിയിട്ടല്ലേ, അത് കുഴപ്പമില്ല. ശരി മേഡം, എന്താ നാളെ വേണ്ട ഒരാള് വീണ്
ആ കണ്ടോ പ്രാങ്ക് ചെയ്തതാ അല്ല പ്രാങ്ക് ചെയ്തതാണാ ഒന്നുമില്ല നല്ല സുഖമുണ്ട് കാര്യം അവിടെ ഇരിക്കുക കുറച്ച് നേരം അവിടെ ഇരിക്കാറില്ലേ ആ പ്രാങ്ക് ചെയ്താണ് കുറച്ചേരം ഇരുന്നോ വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ അന്ന് അർത്ഥടിച്ച മതി ഒരു റിയാലിറ്റി അല്ലോ പടം മറിഞ്ഞ പോലെയാടാ മറന്നു പടം മറിഞ്ഞ പോലെ ഇങ്ങനെ 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 ആയപ്പോൾ ശരിയായിക്കോളും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടേ ശരിയായിക്കോളും എനിക്ക് എന്ത് ടെൻഷനാ ഇതൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ടെൻഷൻ അതൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളത് ഡ്രോയിങ് ഞാൻ പോയിട്ട് വല്ലതും ഇതേ മെയിനായിട്ട് വന്നതിനല്ലേ ഇവിടുന്ന് ഒരു ഉപ്പര സാധനം വാങ്ങി തരില്ല എന്തൊക്കെ വാങ്ങി തരാറിട്ട് കൊടുത്താണ് ആയിരിക്കാം നടക്കാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കാണ് ഓയിലൊന്നും ഉപയോഗിക്കരുത് ഓയിൽ ഉപയോഗിക്കുന്നതാ ഓയിൽ ഷുഗറൊക്കെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ എന്ത് കാര്യം മാക്സിമം നമ്മൾ ചെയ്യണതിന് മാക്സിമം കിട്ടണം എന്ത് കാര്യമാണ് കൂപ്പൺ എഴുതിയിട്ട് പോകുന്നത് അതെന്ത് ഒരു കൂപ്പൺ ഇപ്പം നാളെ വിളിക്കുവര് കൂപ്പൺ എഴുതി നമ്പർ എഴുതി വാങ്ങിക്കണ് നമ്പർ കൂപ്പൺ എവിടെ സാധനം എൻ്റെ പോക്കറ്റുണ്ട് അത് ഇതിൻ്റെ എന്തുണ്ടോ ഇതിൻ്റെ റൂമ് മറ്റേ സംഭവം ഉണ്ടല്ലോ ട്രാവലിൻ്റെ മറ്റേ മറിച്ചൊക്കെ ആയിട്ടുള്ള അതിൻ്റെതാണ് ഇനി നമ്പർ എഴുതി കൊടുത്തില്ലേ നമ്മൾ വിചാരിക്കും കൂപ്പൺ ഇട്ട് നമുക്ക് ഫസ്റ്റ് ഏതെങ്കിലും കോളേജിലേക്കൊക്കെ കൊടുത്തിട്ട് നമ്പർ ഇങ്ങനത്തെ നമ്മളെ നമ്പർ ലീക്കാവില്ല ഇങ്ങനെയാണ് നമ്മളെ നമ്പർ ഏറ്റവും ലീക്കാവില്ല ഇങ്ങനെയാണ് ഇനി അവരെന്ത് ചെയ്യും ഇത് കൊടുത്തങ്ങാണ്ട് വിളിക്കും ഹലോ പ്രണവ് സാറല്ലേ അല്ലെങ്കിൽ ഹലോ പ്രജിത്ത് സാറല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാക്കേജ് ഉണ്ട് എന്നിട്ട് വിളിക്കും വേഗം വായോ കുറച്ച് നേരം നിൽക്കണം വേഗം വായോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ആദ്യമായിട്ട് സൂര്യനെ കാണുന്നത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടല്ല രാവിലെ ഒരു സൂര്യോദയം കാണുന്നത് നല്ലതാണ് അല്ലേ അവിടെയൊക്കെ നല്ല ചുവന്ന കളറ് ഇതിലെനി കാണണമെന്നില്ല ക്യാമറയിൽ പുഴ മലപ്പുറത്തെ ആൾക്കാർക്ക് മാത്രമുള്ളതാണ് പുഴ മീൻ പിടിക്കാൻ വന്നിട്ടില്ല അതൊക്കെ പുഴ നല്ല നിറഞ്ഞിരുന്നല്ലോ മഞ്ഞ നോക്കാം സാധനം ഈ മഴ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ വെള്ളം രാവിലെ കയറ്റാണ് കയറ്റത്തിൽ വെള്ളം കൂടും വെള്ളം കുറയല്ലേ ഇതിന് കൂടുതൽ ഇതിന് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ കേട്ടോ അതിനൊക്കെ വെള്ളം കയറി നമ്മളോടൊക്കെ പറ്റിയിട്ടുണ്ടാവും വിചാരിച്ചിരുന്നത് അന്ന് വരുന്ന സമയത്ത് ഇതൊക്കെ റോഡ് അതാ ഇതൊക്കെ ആകെ ചണ്ടിയായില്ല ഇതൊക്കെ എത്ര പേര് മീൻ പിടിച്ചില്ല എന്താ സംഭവിച്ചു ചണ്ടി കയറിയത് ഇത് ഇതിൻ്റെ കളറോ അതോ ചണ്ടിയാണ് ചണ്ടിയാണ് പക്ഷേ അതല്ല ചണ്ടി വെയിലിൻ്റെ ഇതിലിങ്ങനെ ആയതാവും ആ പാടം നല്ല രസമാണ് പക്ഷെ മുമ്പിൽ എടുത്താൽ അങ്ങനെ അവിടെ ഇരിക്കാം നോക്കാം ഇതൊക്കെ നമ്മളെ നാടന്നെ കേട്ടോ നാട്ടുകാരുടെ വിട്ടുകാരുടെ കൂട്ടുകാരുടെ സബ്സ്ക്രൈബേഴ്സേ നമ്മളെ നാടന്നെയാണ് കോൺക്രീറ്റ് ഇല്ലേ ആ കല്ല് അമർത്താം പോട്ടെ തിരിച്ചോ നല്ല രസമുള്ള സ്ഥലം അല്ല മറ്റേതിൻ്റെ പേര് മറ്റേ എന്താണ് കിഴക്കേക്കോട്ട എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമം ഇവിടെ ഫുള്ള് ശബ്ദമാണ് അതുകൊണ്ട് ക്ലിയർ ഉണ്ടാവില്ല
ഈ JCB എന്ന് പറഞ്ഞ പണ്ടൊക്കെ ഒരു വികാരമായിരുന്നല്ലേ. റോഡിന്റെ പണി എടുക്കാതെ വിചാരിച്ചിട്ട് അയാൾ നോക്കണത്. ആ എന്തെങ്കിലും കള്ളത്തരം ചെയ്യണത് നമ്മൾ പിടിക്കാൻ വന്നാൽ പിടിക്കാൻ വന്നോന്ന് വെച്ചിട്ട് എന്തെങ്കിലും കള്ളത്തരം കാട്ടിയാൽ ക്യാമറ പെടുമല്ലോ. പോട്ടെ പോട്ടെ. വാ ഇവിടെ നിർത്തിക്കാം. അപ്പോൾ ഒരു സംഭവം കാണിച്ചിട്ട് സാർ റിവ്യൂ. ഇവിടെ എന്ത് ഭംഗിയുള്ള സ്ഥലം അറിയും. ഒരു നമ്മളെ നാട് ഒരു സംഭവം തന്നെയാണ്. നല്ല നല്ല രസമുള്ള വ്യൂ ആണ് അല്ലേ അച്ഛാ ഈ സമയത്ത്. അത് മെയിനായിട്ടുള്ള ഭംഗി എന്താ പറയുമോ, അത് നമുക്ക് ഈ സൂര്യപ്രകാശം അടിക്കും. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള സംഭവം. ഇന്ന് ഫുള്ള് ബൈക്കുമേലാട്ടോ. നമ്മൾ ബൈക്ക് മാത്രമേ ഉള്ളൂ. എന്ത് ഭംഗിയാണ് കാണാൻ. അവിടെ നോക്കി എന്ത് ഭംഗിയാണ്. എവിടെ കിട്ടും ഇതേപോലെ. അപ്പോൾ അവിടെ തൂക്കുപാലം ഉണ്ട് അല്ലേ. ആ പാലത്തും പോയാലോ. അവിടെ തൂക്കുപാലം പോവായോ. ആ തൂക്കുപാലം വരെ പോകട്ടോ. എന്തായാലും നമ്മൾ വന്നെത്തിക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. സൂപ്പർ സൂപ്പർ പാടപ്പുള്ളി നമ്മളെ മലപ്പുറത്തിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള സംഭവമാണത്. എന്ത് ഫുട്ബോൾ. അത് നിൽക്കണ പോത്തല്ല. ആദ്യമായിട്ട് വരുന്നവർ ദയവായിട്ട് ഞങ്ങൾ പോണ മരുന്ന് പോകരുത്. നല്ല രസമുള്ള സ്ഥലമാണ്. നമുക്ക് നമ്മളെ റോഡും റീലും കൊടുത്തിട്ട് അതിൻ്റെ ചെറിയ കുട്ടികൾ മറ്റേ ഇതിൻ്റെ കരിമീൻ്റെ ഒക്കെ കുട്ടികളുണ്ട്. ഇവരങ്ങനത്തെ തോന്നിയ ഇത് നമ്മുടെ നാട്. അതൊക്കെ എന്നും സന്തോഷം തന്നെ കേട്ടോ. ഇതും നോക്കണ്ട ഇവിടെ. വലിയ മീനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ്. അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ കയറാ. വായു ഇതാ നമുക്ക് ഇങ്ങനെ കയറാം. നമ്മൾ വെറുതെ ഇതാക്കണം. അല്ല എനിക്ക് പ്രതീക്ഷയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പറയാൻ പറ്റുമെന്നിടാ. ചിലപ്പോൾ രസമുണ്ടാവും. പഴക്കമുണ്ട് കേട്ടോ അതിന് അല്ലേ. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. ഇല്ല ഭാഗ്യം അല്ല. ചില സ്ഥലത്ത് അങ്ങനെയൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. അങ്ങോട്ട് നോക്ക്. രാവിലെ വന്ന് കാണാം. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എല്ലാം കാണാം. അവിടെ ഞാൻ പറഞ്ഞ പിള്ളേരോട് പോകണോക്ക്. രാവിലെ തന്നെ ട്യൂഷൻ ക്ലാസ്സൊക്കെ ഒഴിവാക്കി മുങ്ങനെ ഇരുന്നമാരൊക്കെ ഉണ്ട്. അപ്പുറത്തേക്ക് ഇറന്നൊക്കെ പേടിയാണ്. വേണം ഓട്ടൊക്കെ ഉണ്ട്. മെയിനായിട്ട് നമ്മളെ ഒരു റൊട്ടീനാണ് ഇത്. ഞാൻ നടക്കൽ വഴി കൂടെയാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. മിക്കവാറും നമ്മൾ അവിടെ തന്നെ ആക്കും. അവിടെ തന്നെ സുഖം അല്ല അച്ഛാ നടക്കാൻ. നല്ല സുഖമാണ് അവിടെ. ഒരുപാട് സ്ഥലവും ഒരുപാട് സൈഡ് കൊടുക്കും. മീൻ വളർത്തലാടാ. മീൻ വളർത്തുന്നത് മീനിൻ്റെ അടി കാണുന്നുണ്ടോ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി. പിന്നെ ഞാൻ വേറൊരു കോമഡി കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടാ വലിയ ഷോർട്ട് ആയിരുന്നത്. ഞാൻ പറഞ്ഞില്ല അപ്പം തന്നെ ഓടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞേ. ഞാൻ വിചാരിച്ച് പ്രാങ്ക് ചെയ്യുന്നു. സംഭവം സീരിയസ് ആണ്. ഈ കാല് ഇവിടെ ചെറിയ അറിയില്ല. അവിടെ ഞാൻ ചെറിയ കൊക്കലൊക്കെ മിക്കവാറും ഹോസ്പിറ്റലിൽ പോകണ്ട. ഇങ്ങനെ മടങ്ങി അവിടെ ഒന്നും പ്രശ്നമില്ല. ഇതിപ്പോൾ വെറുക്കും ചിലപ്പോൾ. ഇവിടെ എടുത്തേക്ക് പോയോ. നേരം പൊരിച്ചു പിടിച്ചിട്ടുണ്ട. അവിടെ വീർത്തിട്ടുണ്ട. എൻ്റെ കാലൊടിഞ്ഞു. അപ്പം ഇങ്ങോട്ട് പോയോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ അതൊക്കെ. നിങ്ങൾ മനസ്സിലാക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം പ്ലീസ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. ഓക്കെ ബൈ.